അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ നിന്ന് ഒതുങ്ങുന്നുണ്ട്. രേവതിയാണെങ്കിലോ പൂ കിട്ടാനും പൂവിക്കാനും വീണ്ടും പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ പൂ കിട്ടാൻ പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവളുടെ ഒരു കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഈ അഡ്രസ്സിലൊന്ന് പോയി നോക്കിയേ, അവര് നല്ലൊരു പൂക്കച്ചവടക്കാരി തേടുന്നുണ്ട്. അവരുടെ ഏതോ വലിയൊരു ഫംഗ്ഷന് ഹാൾ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഞാനപ്പോൾ നിന്റെ പേര് സജസ്റ്റ് ചെയ്തു, നിന്റെ വർക്കുകളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഓർഡർ നമുക്ക് തന്നെ കിട്ടുമായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് രേവതിയും പറയാണ്. അങ്ങനെ രേവതി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ഇതുപോലെ രേവതിയാണ്, പൂ കിട്ടുന്ന ആളാണ്, ഇനിയാൾ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞയച്ചു, നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയെ വേണം. ഈ സ്റ്റേജൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കണം. എൻ്റെ കൊച്ചുമോളുടെ പിറന്നാളാണ്. അതിനനുസരിച്ച രീതിക്ക് ഈ ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയാക്കണം, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് ഒരു വർക്ക് ഏൽപ്പിക്കുന്നതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തന്നിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, സംഭവം എന്തായാലും ഞാൻ കളറാക്കി തരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഞാനത് ഏൽപ്പിക്കാം. പിന്നെ ദാ ഈ ഒരു മോഡൽ കണ്ടോ, ഈ ഒരു മോഡൽ വേണം എനിക്ക് ചെയ്തു തരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിക്ക് റെഡിയാക്കണമെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് സ്റ്റേജ് വർക്ക് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ബലൂണിൻ്റെ ബാക്കിയുള്ള വർക്ക്സ് എല്ലാം കൊടുക്കാൻ കേട്ടോ. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ആൾ വന്നോളും, ബാക്കി പരിപാടിയെല്ലാം നോക്കേണ്ടത് നിങ്ങളാണ്. ഇതുപോലെ സെറ്റ് ചെയ്യുകയും തീം സെറ്റ് ചെയ്യാനെല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പം അതെല്ലാം ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അയാളുടെ കയ്യിൽ നിന്നും 50,000 രൂപ എടുക്കുകയാണ്. ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ. അയ്യോ സാർ, ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണ്ട, ഇത് 50,000 രൂപ അഡ്വാൻസ് ഉണ്ട്, ഇത് മേടിച്ചോ. എന്നിട്ട് നന്നായിട്ട് ഇന്ന് മുതൽ തന്നെ വർക്ക് തുടങ്ങണം. അറിയാലോ, നാളെയാണ് പ്രോഗ്രാം. ഇന്ന് തൊട്ട് നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് റെഡിയാക്കണം. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരെയെങ്കിലും ബുക്ക് ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാളെ വൈകുന്നേരം 6 മണിക്കാണ് ഫംഗ്ഷൻ, അത് മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കണം എന്ന് പറയുമ്പം രേവതി അതിന് സമ്മതിച്ച് സന്തോഷത്തോടിട്ട് ആ പൈസ എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. അവിടുന്ന് പുറത്തിറങ്ങി തന്നെ രേവതി ആണെങ്കിലോ സച്ചിയെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ലായിരിക്കും, സച്ചിയുടെ സ്റ്റാൻഡിൽ നിൽക്കായിരിക്കും. അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരാണ്. രേവതി അപ്പം മുറി നിൽപ്പുണ്ട്. രേവതി എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ എടുത്ത് കാണിക്കാണ്. ഇതെവിടുന്ന ഈ പൈസ? നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. സച്ചിയേട്ടാ, എന്നെ വിശ്വസിച്ച് അവർ ഇത്രയും വലിയ ഓർഡർ വന്നിരിക്കാം. എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം രൂപയുടെ വർക്കാ. നമുക്കിത് കിട്ടിയാലേ നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങും. അതുകൊണ്ട് സച്ചേട്ടനും കൂടി ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ രേവതി, നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ ഞാനുള്ളത്, നീ പറഞ്ഞാൽ മതി എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ സച്ചിൻ രേവതിയും കൂടി രേവതിയാണെങ്കിൽ ആ ഒരു പ്ലാനൊക്കെ കാണിക്കാൻ കേട്ടോ. സച്ചിൻ രേവതിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വർഷം വന്ന് ഡോറിന് മുട്ടുന്നുണ്ട്. എനിക്ക് അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, നീ കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷ അകത്തേക്ക് കയറി ചെല്ലാണ്. ഇന്നെന്താ നീ നേരത്തെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡബിങ് കുറച്ചേ ഉള്ളായിരുന്നു, അത് കഴിഞ്ഞു. ഇനി നാളെ ഞാൻ ഫ്രീയാ, നാളെ വർക്കൊന്നുമില്ല. അതുകൊണ്ട് ചുമ്മാ ചേച്ചിയോട് വർത്തമാനം പറഞ്ഞിരിക്കാന്ന് കരുതി. അല്ല, നിങ്ങൾ എന്താണ് പരിപാടി? അതെ വർഷമോളെ, എനിക്ക് നല്ലൊരു ഓർഡർ കിട്ടി. ഇത് കണ്ടോ, നാളെയുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഓർഡറാണ്. ഇതുപോലെ നമ്മൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ബലൂണും ബാക്കി എല്ലാ സംഭവങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. എനിക്ക് 50,000 രൂപ അഡ്വാൻസ് തന്നു. ഫുള്ള് ഒറിജിനൽ ഫ്ലവർ വർക്കാണ് ചെയ്യേണ്ടത്, കണ്ടോ എന്ന് പറയാണ്. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി, ഇതുപോലെ വർക്കൊക്കെ പിടിച്ചാലേ ചേച്ചി രക്ഷപ്പെടും. സ്റ്റേജ് വർക്കിനൊക്കെ എന്നെ പൈസ എന്നറിയോ എന്ന് ചോദിക്കാം കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ നോക്കുകയായിരുന്നു. ഇത് കണ്ടോ, അവരാ ഒരു തീം വന്നിട്ടുണ്ട്, അത് വെച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പോഴേക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഒരു കൺഫ്യൂഷൻ എന്നൊക്കെ പറയുമ്പം വർഷയാണെങ്കിലോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് തെർമോക്കോളും സിസേഴ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പം ഇത് തെർമോക്കോളാ സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ പറയാണ്, ചേച്ചി നമുക്ക് പൂവായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിൻ്റെ ഡിസൈനൊക്കെ ആ തെർമോക്കോളിൽ വരച്ച് വെട്ടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എല്ലാം കൂടി അവർ പറഞ്ഞ രീതിക്ക് അതിലൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് അവർ പറഞ്ഞ പോലെ ബലൂണും കൂടി സെറ്റ് ചെയ്യണം എന്നൊക്കെ വർഷ പറയാണ്.
സച്ചി പറഞ്ഞിട്ടുണ്ട്, ഹർഷേ നിന്റെ ബുദ്ധി കൊള്ളാലോ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്തായാലും രേവതിയെക്കാരുടെ കഴിവിക്കാര്യത്തിലേ നിനക്കാ ഉള്ളത് കേട്ടോ എന്ന് പറയുമ്പം വർഷ പറയാണ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതൊക്കെ ചെറുപ്പത്തിലെ ഈ ക്രാഫ്റ്റുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, ഇങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്, തെർമോക്കോളുണ്ട്, കൊച്ചു കൊച്ചു വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാ ഇപ്പോഴും ടച്ച് വിട്ട് പോവാത്തത് എന്ന് പറയുമ്പം സച്ചി പറയാണ്, എന്തെന്ന് പറഞ്ഞാലും ഇത് ഭയങ്കര സംഭവമായിട്ടോ, പൊളിച്ചുട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ഇരുന്ന് ആ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കാണ്. സമയം 4:30 കഴിഞ്ഞിട്ടോ. അപ്പോൾ രേവതി പറയാണ്, എന്തായാലും ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ഇതിനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ മാറി മാറി ആ ഒരു തീമിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വർഷ പറയാണ്, ചേച്ചി ഇപ്പം പോകണ്ടേ, പൂക്കളൊക്കെ കളക്ട് ചെയ്യണ്ടേ എന്ന് പറയുമ്പം അതെ, നാളെ 6 മണിക്കാണ് പ്രോഗ്രാം, നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോയിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കാണണം, അതിനുശേഷം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം, സ്റ്റേജ് വർക്കുകാരിന്ന് രാത്രി തന്നെ സ്റ്റേജെല്ലാം ഇട്ടിട്ട് പോയിക്കോളും, ബാക്കി വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ പോയിട്ട് തുടങ്ങിയാലേ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഗസ്റ്റുകളെല്ലാം വന്നു തുടങ്ങും, 4 മണിക്കെങ്കിലും നമ്മൾ തീർക്കണമെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയാണ്, അല്ല ഇപ്പൊ പൂ മേടിച്ചു വെച്ചാൽ വാടിപ്പോയില്ലേ, നമുക്കിപ്പം ചെല്ലാം, എന്നിട്ട് എല്ലാത്തിനും അളവുകളും ഓർഡറും ഒക്കെ കൊടുത്തിട്ട് വരാം, അതാകുമ്പോൾ നമുക്ക് വെളുപ്പിനത്തേരി പൂ കിട്ടും എന്ന് പറയാണ്. അത് മതി ചേച്ചി, ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരിക്കണം, കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോണം എന്ന് പറയാണ്. അതുപോലെ തന്നെ ചേച്ചി ഈ മോഡലിലുള്ള ബലൂണ് അത് വീർപ്പിക്കാനുള്ളത് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ ഒരു 3 പേരും കൂടി അതെല്ലാം പ്ലാൻ ചെയ്ത് അതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റും കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് ജോലിയും കഴിഞ്ഞ് വരുന്നുണ്ട്. വർഷ അന്വേഷിച്ച് റൂമിൽ പോയെങ്കിലും കണ്ടില്ല കേട്ടോ. അപ്പോൾ സച്ചിന് മുള്ളിലേക്ക് നോക്കുമ്പോഴേക്കും വർഷ അവിടെ ഇരിക്കുന്നുണ്ട്. ആഹാ, ഇവിടെ എന്താ പരിപാടി 3 പേരുടെ? അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വർഷ കാണിച്ചു കൊടുക്കാണ്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഏട്ടത്തി, ഇത് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ്. ചേച്ചി ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും, എൻ്റെ റിസോർട്ടിൽ ഇതുപോലെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ അതൊക്കെ ഞാൻ പിടിച്ചു തരാം, ഈ ഒരു ഓർഡർ ചേച്ചി സെറ്റപ്പായിട്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അത് വെച്ച് ഞാൻ ചേച്ചിക്കുള്ളത് പിടിച്ചു തരാം എന്ന് പറയുമ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തിൻ്റെ മുറിയിലേക്ക് പോവാണ്. രേവതിയും സച്ചിയും കൂടി പുറത്തേക്ക് പോയതിനു ശേഷം അവർ കടയിലൊക്കെ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പൂക്കളൊക്കെ വേണമെന്ന് അവരുടെ ഓർഡർ ചെയ്യാണ്. അങ്ങനെ ബാക്കി ബലൂണ് കാര്യങ്ങൾ അതിൻ്റെ അലങ്കാരപ്പണികൾക്കുള്ള എല്ലാ സാധനങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സുള്ള എല്ലാ സംഭവങ്ങളും മേടിച്ചുകൊണ്ട് അവർ ആ പൈസയ്ക്ക് മേടിച്ച് വീട്ടിലേക്ക് വരാം കേട്ടോ. പൂക്കൾക്കെല്ലാം അവർ അഡ്വാൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഏകദേശം രാത്രി 8:30-9 മണിയായിട്ടോ. വന്ന് കയറുന്ന പാടെ എല്ലാ സാധനവും കയ്യിലുണ്ടല്ലോ. ചന്ദ്ര ചാടി ഇരുന്നിട്ട് ചോദിക്കാണ്, നീ എവിടെ പോയതിന് ഇത്രയും നേരം? അത് പിന്നമ്മേ, ഞങ്ങൾ പുറത്ത്. എവിടെ പുറത്ത് കറങ്ങാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാണ്. അത്താഴം വല്ലതും ഉണ്ടാക്കണ്ടടി, ഇവിടെ ആരെങ്കിലും വയറ്റിലോട്ട് വല്ലതും ചെല്ലണ്ടേ, നീ നിന്റെ തോന്നിവാസനങ്ങൾ നടന്നാൽ മതിയോ എന്ന് ചോദിക്കാണ്. സച്ചി പറയാണ്, ഒരു ദിവസം ഇവിടുന്ന് മാറിയാൽ അത്താഴം ഉണ്ടാക്കണെന്താ, ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? അമ്മയ്ക്ക് ഉണ്ടാക്കൽ എന്താ കുഴപ്പം? അമ്മ 24 മണിക്കൂറും ചുമ്മാ ആ കസേരയിലിരുന്ന് രേവതിയെ കുറ്റം പറയല്ലേ, ആ സമയത്ത് അമ്മയ്ക്ക് അറിയാൻ കൂടി ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പോൾ നിന്റെ ഭാര്യയെ കൊണ്ട് നിനക്കൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ ചെയ്യണം അല്ലേടാ എന്ന് ചോദിക്കാണ്. എൻ്റെ പൊന്നമ്മേ, ഞാൻ അതല്ല പറഞ്ഞത്, രേവതിക്ക് ഒരു ഓർഡർ കിട്ടി, നാളെ അത് ചെയ്തു കൊടുക്കണം, നാളെ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങേണ്ടതാ, അതിനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ഞങ്ങൾ പോയതാ, അപ്പോൾ അവളുടെ ജോലികൾ നോക്കണ്ടേ, ഇവിടെയുള്ള ജോലികൾ ബാക്കി വെറുതെ ഇരിക്കുന്നവർക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്ന് വെച്ച് ഞങ്ങളുടെ ആഹാരം കഴിക്കാതിരിക്കണോ? അപ്പോഴത്തേക്ക് സൂര്യ എന്നിട്ട് പറയുന്നുണ്ട്, അതെ, എന്നെപ്പോലെ ഒരു ബിസിനസ്മാന് അത്താഴമൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, ആ സമയത്ത് ഇങ്ങനെ അത്താഴമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സമയം 9 മണിയായി, നേരത്തെ ആഹാരം കഴിച്ച് കിടന്നാലേ എൻ്റെ ബ്രെയിൻ വർക്കാവുള്ളൂ. അപ്പോഴേക്കും സച്ചി പറഞ്ഞിട്ടുണ്ട്, എടാ വേണമെങ്കിലേ അടുക്കളക്കറി ഉണ്ടാക്കി തിന്നണം, അല്ലെങ്കിൽ നിന്റെ പെണ്ണുമ്പോളോട് നിൽപ്പുണ്ടല്ലോ, അവൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അവളുണ്ടാക്കി തരാൻ പറ, അല്ലാതെ എൻ്റെ ഭാര്യ അതിനെ പ്രതീക്ഷിക്കണ്ട, നിന്റെ വേലക്കാരില്ല എൻ്റെ ഭാര്യ, മനസ്സിലായല്ലോ, നീ ഇങ്ങോട്ട് വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ചുകൊണ്ട് സച്ചി ഈ സാധനമെല്ലാം അടുക്കി വെക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇതെല്ലാം തന്നെ അവർ കൊണ്ടുപോയി റെഡിയാക്കി ഒരു ഷെൽഫിൽ വെച്ച് പൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്തിനാ സച്ചേട്ടാ ഇത് പൂട്ടുന്നത്? എൻ്റെ പൊന്നു മോളെ, ഇവിടെ ഉള്ളത് എൻ്റെ അമ്മയും ആ ശ്രുതിയൊക്കെയാണ്, നാളെ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് പകുതി സാധനം കാണില്ല, വേണമെങ്കിൽ എടുത്ത് കത്തിച്ച് കളയും, ആ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് പൂട്ടിയത്, താക്കോലിങ്ങി അന്നേരം ഞാൻ വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ താക്കോലും മേടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. സമയം 9:15 കഴിഞ്ഞു. അപ്പോഴേക്കും സച്ചി പറയാണ്, ഇങ്ങോട്ട് വാ, ഞാനിവിടെ വരാം.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷയും വരുന്നുണ്ട്. ശ്രീകാന്തും കയറുന്ന കേട്ടോ. എടുത്തി താഴത്തെ പ്രശ്നമെല്ലാം ഞങ്ങളും കേട്ടു. പിന്നെ എന്നും അത്താഴത്തിന് അങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി നോക്കാൻ ചെന്നത്. വർഷ പറയണ അതെ സോറി ചേച്ചി. ഹാനെന്തിനാ വർഷ സോറി, അതൊന്നും സാറിയില്ല, നിനക്കൊന്നും പരിചയമുള്ളതല്ലോ അതുകൊണ്ടാ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്താണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങ് എടുത്തന്നേരെ. പെട്ടെന്ന് തന്നെ നല്ല വെജിറ്റബിൾ കുറുമ ഞാൻ ഉണ്ടാക്കി തരാം. ആ ചേച്ചി ശ്രീകാന്തിന് വെജിറ്റബിൾ കുറുമ കഴിച്ചിട്ടില്ലല്ലോ, അടിപൊളിയാ, ഈ ടേസ്റ്റിലാ ഞാൻ മയങ്ങിപ്പോയത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് അപ്പോൾ തന്നെ നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. വർഷയും സച്ചിയും രേവതിയും കൂടി 3 പേരോട് ചേർന്ന് ചപ്പാത്തി പഴയ്ക്കുകയും ബോളാക്കുകയും അതുപോലെ പരത്തുകയൊക്കെ ചെയ്ത് ചുട്ടെടുക്കുകയും ചെയ്യാറ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവുന്നുണ്ട്. രാവിലത്തെ ഉച്ചക്കത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അതുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃത്യം 9:30 9:45 എല്ലാം റെഡിയായി. അങ്ങനെ ടേബിളിലേക്ക് കൊണ്ട് വെക്കാണ്. സച്ചിയപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് തവി എടുത്ത് കുട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സുതിയാണെങ്കിലോ എവിടുന്നോ പാഞ്ഞോടി വരുന്നുണ്ട്. ഓ, ഇത്രയ്ക്കും ഭക്ഷണത്തിന് നാണം കിട്ടവരത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ശ്രുതി അപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. പിന്നെ വിശന്നില്ലേ ഞാനൊരു ബിസിനസ്സുകാരനല്ലേ, എത്ര പേരുമായിട്ട് ഒരു ദിവസം ഡീൽ ചെയ്യുന്നവനാ, എനിക്ക് വിശപ്പുണ്ടാവും. അത് മാത്രമല്ല ആഹാരം കഴിച്ചിട്ട് വേണം എനിക്ക് ആലോചിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അടങ്ങടാ, ഒന്ന് പൊടിക്ക് അടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കളിയാക്കാണ്. അങ്ങനെ വെജിറ്റബിൾ കുറുമായും ബാക്കിയെല്ലാം വെച്ച് അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ കൂടിയിരുന്ന് ഈ ഭക്ഷണമൊക്കെ വർഷയും കൂടി വിളമ്പി കൊടുക്കുകയാണ്. വർഷമോളെ നീ ഇവിടെ ഇരിക്കുക, നീ എന്തിനാ വിളമ്പാനൊക്കെ നിൽക്കുന്നത്, അവള് വിളമ്പിക്കോളും എന്ന് പുച്ഛത്തോടുകൂടി ചന്ദ്ര പറയുമ്പം വർഷ പറയുന്നുണ്ട്, എന്താ ആന്റിയുടെ വേലക്കാരിയാണോ ചേച്ചി? എന്തായാലും ചേച്ചി ആത്മാർത്ഥതയോട് കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാ ജോലികളും ചെയ്യുന്നില്ലേ, അപ്പം ചേച്ചിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? നമുക്ക് അന്നം തരുന്ന ആരാണോ അവരെ റെസ്പെക്ട് ചെയ്യാൻ ആദ്യം ആന്റി പഠിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വർഷ നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ചന്ദ്ര വായടച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. ശ്രുതി പറയാണ്, ആഹാ വെജിറ്റബിൾ കുറുമ അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്തൊരു ടേസ്റ്റ് ആയതിന്. വർഷ പറയാണ്, അതെ ഇന്ന് ശ്രീകാന്തിന് സ്പെഷ്യലാ വെജിറ്റബിൾ കുറുമ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി നന്നായിട്ട് ആഹാരം കഴിക്കുമ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, അച്ഛാ ഇതുപോലെ ഒരു ഓർഡർ കിട്ടി, നാളെ വെളുപ്പിന് തന്നെ എനിക്ക് പോകണം, സ്റ്റേജ് ഡെക്കറേഷനാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മ ചോദിക്കുകയാണ്, ചന്ദ്ര ചോദിക്കുകയാണ്, വെളുപ്പിന് പോകാനോ? അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഊണും ഒക്കെ ആരുണ്ടാക്കും? അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവളിങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടതിന് മുമ്പേ ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കഞ്ഞിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ, ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നല്ലോ, അപ്പം ആരാതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടെ ഈ മരുമകളുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇവളെ ഈ വീട്ടിലെ വേലക്കാരിട്ടാ ഞാൻ കണ്ടിരിക്കുന്നത്, അങ്ങനെ വേലക്കാരി തോന്നി വഴിക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ മിണ്ടാതിരിക്കെ, കുട്ടിക്ക് അത്ര നല്ല ഓർഡർ കിട്ടിയതാ, അത് പാഴാക്കി കളയാൻ പാടില്ല. മോൾ ഒന്നും നോക്കണ്ട, രാവിലെ തന്നെ ഇവിടുന്ന് പോയിക്കോണം, മനസ്സിലായല്ലോ? അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുകയാണ്, അച്ഛൻ എന്താ അത്താനെ പറഞ്ഞേ, അപ്പം രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ പ്രോട്ടീൻ എനിക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, ശ്രുതി മോളുണ്ടല്ലോ, മോളുടെ ഭർത്താവിന് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ രവീന്ദ്രൻ ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്തും വർഷയും നാളെ വർഷമോക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അടുക്കളയൊക്കെ സഹായിക്കണം. അത് പിന്നെ അങ്കിളെ ഞാൻ രാവിലെ തന്നെ ജൈവചിച്ചിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാ എന്ന് പറയുന്നുണ്ട്. ആണോ? അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ശ്രീകാന്തേ നീ ഒന്ന് കയറി ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം കേട്ടോ. ചന്ദ്രനെ നാളെ നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വേണം എനിക്ക്, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, അതെന്തായാലും പൊളിച്ചാ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരുന്ന് കടിച്ചു പിടിച്ചുണ്ടാവുന്ന ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ ആഹാരമെല്ലാം കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് സച്ചിയും രേവതിയും കൂടി ടെറസിലേക്ക് പോയിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും വർഷം ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞാലും എന്തൊരു സ്നേഹമാണ് എല്ലാവരോടും, എന്തൊരു കരുതലാ, നല്ല അച്ചടക്കവും അതുപോലെ നല്ല പക്വതയുള്ള കുട്ടിയാ എന്നൊക്കെ പറയാണ്.
അതെ സച്ചേട്ടാ, എൻ്റെ ദേവുവിനെ പോലെ എന്തിനും കൂടെ സപ്പോർട്ടായിട്ടുള്ള ഒരു കുട്ടിയാ വർഷ. നാളെ രാവിലെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ കേട്ടോ. ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ സമ്മതിക്കോ? ഞാൻ വിളിക്കണമെന്നുണ്ടായിരുന്നു ഒരു ഹെൽപ്പിന്, പക്ഷെ എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ അവൾ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, സമാധാനമായി. നാളെ ഞാനും ഉണ്ട് രേവതി, എന്തായാലും ഉച്ച കഴിഞ്ഞ് തന്നെ ഓട്ടം കാണുള്ളൂ. നിന്റെ കൂടെ എല്ലാത്തിനും ഞാനും ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രാവിലെ വെളുപ്പിന് തന്നെ 6 മണിയാകുമ്പം സച്ചിൻ രേവതി റെഡിയാവുന്നുണ്ട്. വർഷ ആ സമയത്തേക്കിന് റെഡിയായി വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു 3 പേരും കൂടി സാധനം എല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ വർഷ രാത്രി തന്നെ ശ്രുതി വന്നിട്ട് ആ അലമാരയൊക്കെ ആകപ്പാടെ തപ്പിയായിരുന്നു, എങ്ങനെയെങ്കിലും ആ തുറന്ന് ആ സാധനമൊക്കെ നശിപ്പിക്കാനായിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മുടെ സച്ചിയുടെ പ്ലാനിങ് എന്തായാലും കറക്റ്റായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവളെ നശിപ്പിച്ചിട്ട് തന്നെ പോയേനെ. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് അവർ രാവിലെ തന്നെ സച്ചിയുടെ കാറിൽ കയറി 3 പേരും കൂടി പോവാണ് കേട്ടോ. രാവിലെ 7 മണിയാകുമ്പം എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. രേവതി ചായ എന്നും പറഞ്ഞുകൊണ്ട് സുധി പോയിട്ട് ഹാളിലിരിക്കുമ്പം രവീന്ദ്രൻ പറയാണ്, ഇന്നലെ പറഞ്ഞ കാര്യമൊക്കെ നീ മറന്നുപോയോ? നിന്റെ പെണ്ണുമ്പിളെ എന്തിയെ? വിളിച്ച് ചായ ഇടാൻ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹാളിലേക്ക് വന്ന് ചന്ദ്രയും രേവതി ചായ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ചന്ദ്രേ, എനിക്ക് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ, രേവതി മോള് രാവിലെ തന്നെ പോയി. അതുകൊണ്ട് ആവശ്യമുള്ളവർ പോയി അടുക്കളപ്പോ ഉണ്ടാക്കി കുടിക്ക്. എനിക്കുള്ള ചായ ഞാൻ ഉണ്ടാക്കി, എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നീ വേണം ഉണ്ടാക്കാൻ, മനസ്സിലായല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഗതികെട്ട് ശ്രുതിയും ചന്ദ്രയും കൂടി അടുക്കളയിലേക്ക് കയറുകയാണ്. അങ്ങനെ അവർ 2 പേരും കൂടി അവിടെ കിടന്ന് ഇഷ്ട എണ്ണ വരയ്ക്കുന്നുണ്ട്. നല്ല ചൂടാണല്ലോ, അടുക്കളയിലേക്ക് AC-യും ഫാനും ഒന്നും ഇല്ലല്ലോ. അവിടെ കിടന്ന് ചൂടെടുത്തിട്ടൊരു വേർത്ത് കുളിച്ച് ജോലി ചെയ്യുമ്പം ശ്രുതി പറയാണ്, എന്തൊരു ചൂടായത് എൻ്റെ ആൻറ്റി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാലോ? ഇനി പൊന്നു മോളെ, രവിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, ഇന്ന് എൻ്റെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന്. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ 2 പേരും ആകപ്പാടെ വേർത്ത് കുടിച്ച് വാടി തളർന്നു കേട്ടോ. ഉച്ചക്കത്തിനുള്ള ആഹാരം കൂടി അവർ റെഡിയാക്കാണ്. 2 പേരും വാടിത്തളന്ന് ഹാളിൽ വന്ന് ഫാൻ ഇട്ടിട്ട് ഒരു കിടപ്പായിരിക്കും. അപ്പോഴേക്കും രവി ചോദിക്കുകയാണ്, എന്ത് പറ്റി 2 പേർക്കും? എന്തൊരു ചൂടാ അതിനകത്ത് നിന്നിട്ട് തീച്ചുളക്കകത്ത് നിൽക്കുന്നത് പോലെ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ്, രേവതി ഏട്ടത്തി എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. പൂവെടുക്കാൻ പോയി വന്നതിന് ശേഷം ഈ അടുക്കളയിൽ കയറി കിടന്ന് 8 മണി 8:30 വരെ പാചകവും ഉച്ചക്കത്തിലുള്ള ഊണും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പാത്രം കഴുക്കും ക്ലീനിങ്ങും വീട് വൃത്തിയാക്കലും എന്തൊക്കെ ജോലിയാണ് ചേച്ചി ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും മര്യാദ ഇവിടെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവളിവിടുത്തെ വേലക്കാരിയാ, അവളത് ചെയ്തേ പറ്റുള്ളൂ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെപ്പോലെ തന്നെ അമ്മ പ്രസവിച്ച മോനല്ലേ സച്ചിയേട്ടൻ്റെ ഭാര്യ രേവതി ചേച്ചിക്ക് കാശില്ലെന്ന് പറഞ്ഞ അങ്ങനെ ചേച്ചിനെ വേലക്കാരിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിയുടെ ഒരു കടമ ചേച്ചി ചെയ്യുന്നു. നാളെ മുതൽ ഞാൻ വീട്ടിൽ പാചകം ചെയ്യണമെന്ന് ചേച്ചി തീരുമാനിച്ചാലേ അതിന് എതിരഭിപ്രായം പറയാനേ ആരും വരാൻ പറ്റില്ല. അവൾ അങ്ങനെ ഇവിടെ ജീവിക്കോ? എങ്കിലും എനിക്കൊന്ന് കാണണം. അമ്മേ, നിയമം മാറിയെന്നും അമ്മ അറിഞ്ഞില്ലേ? സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിലും ചേച്ചി നിരന്തരമായി പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഒരു കേസും കൊണ്ട് കൊടുത്താൽ മതി. അമ്മ പിന്നെ 6 മാസം ജയിലില്ല, അത് മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. അമ്മ ആ ചേച്ചിയുടെ അനിയന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തല്ലോ, ആ സമയത്തിന് ചേച്ചി അമ്മായിമ്മ പീഡിപ്പിക്കുകയാണെന്നും അമ്മായിമ്മ തല്ലിന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്താലേ തെളിവ് പോലും വേണ്ട, അമ്മേനെ പിടിച്ചൊരകത്താക്കും എന്ന് പറയുമ്പം ചന്ദ്രൻ അത് പേടിക്കുന്നുണ്ട് കേട്ടോ. രവീന്ദ്രൻ പറയാണ്, അവൻ പറഞ്ഞത് ശരിയാ, അത് ന്യായമുള്ള കാര്യമാണ്. ഇപ്പോഴേ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് ഭയങ്കര ശിക്ഷയാ. വീട്ടിലെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ കേസ് കൊടുത്താലേ ഒന്ന് അന്വേഷിക്കുക പോലും ഇല്ല, നിന്നെ ഒന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും, ജാമ്യം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അല്ല മോനെ, വർഷമോള് അവരെ കൂടെ പോയച്ചാ, ചേച്ചിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അത് ശരിയാ. അല്ല, അവക്കിന്നിപ്പം ജോലിയില്ലേ? ഇല്ല, ഇന്ന് അവൾക്ക് ഡബിങ് ഇല്ലായിരുന്നു, കൃത്യസമയത്താ. ഇന്നൊരു ദിവസം ലീവ് കിട്ടിയോണ്ട് അവൾ നല്ലൊന്ന് ചില്ലാവാൻ പോയതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയും രേവതിയും സച്ചിയും കൂടി പോയി പൂക്കളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ സാധനവും എടുത്തുകൊണ്ട് അവർ നേരെ ആ സ്റ്റേജ് ഡെക്കറേഷൻ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ സ്റ്റേജ് എല്ലാം റെഡിയാക്കിയിട്ടിട്ട് സ്റ്റേജ് വർക്കുകാർ പോയിട്ടോ ബാക്കി ഡെക്കറേഷനായിട്ട് ഇവരങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഇവർ ആ തീം വെച്ച് പറഞ്ഞനുസരിച്ച് എല്ലാം റെഡിയാക്കാണ്. അതുപോലെ ബലൂൺസും ബാക്കി ബാക്ക് സൈഡിലുള്ള ഡെക്കറേഷൻസും ഫ്രണ്ടേജിൻ്റെ ഡെക്കറേഷൻസും അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ഹാളൊന്നുമല്ല, ഒരു ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരു വീടിൻ്റെ നല്ല വലിയ 2 നില വീടാണ് കേട്ടോ. അപ്പോൾ അതിനടുത്തായിട്ടുള്ള ഒരുപാട് സ്പേസ് അവർക്ക് കിടപ്പുണ്ട്. ആ ഒരു സ്പേസിലാണ് ചെയ്യേണ്ടത്. ഓപ്പൺ ഏരിയയിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 4 മണിയായപ്പം എല്ലാം റെഡിയാവാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു സുഹൃത്തു കൂടിയാണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും.
അവരെ വിളിച്ച പ്രകാരം അവർ നേരത്തെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 4 മണി ആയപ്പം ഇവര് വരികയാണ്. അപ്പോഴേക്കും മഹിമ ദേ നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ രേവതിയുടെയും സച്ചിനെയും കൂടെ ആ ഫ്ലവറിന്റെ അവിടെ അവളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് കാണുന്നുണ്ട്. പൂക്കളൊക്കെ സെറ്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തറയിൽ നിന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ട് മഹിമയുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുകയാണ്. എന്താ ഞാനീ കാണുന്നേ, ഇത്രയും കോടികളുടെ സ്വത്തിന് അവകാശിയാവള്, എന്നിട്ട് അവള് ചെയ്യുന്നത് കണ്ടില്ലേ, കേവലം ആ പൂക്കാരുടെ കൂടെ നിന്നിട്ട് ആ ജോലി ചെയ്യുന്നു, ഛേ നാണക്കേട് എന്ന് പറയാണ്. മഹിമയും ഭർത്താവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വർഷ എന്ന് വിളിക്കുകയാണ്. വർഷ തിരിഞ്ഞിട്ട് അമ്മയോ, അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. ഇത് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ വിടാ, നിന്റെ അച്ഛന്റെ ഫ്രണ്ടിനെ വിട്, ഇവിടെ വന്നിട്ടാണോ നീ ഇമ്മാതിരി ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം ഇമ്മാതിരി ജോലിയോ അമ്മ, ഇത് സ്റ്റേജ് ഡെക്കറേഷനാ, അത് മനസ്സിലായി, 5-നും 10-നും കൂലിക്ക് നടക്കുന്ന ഇവളെപ്പോലുള്ളവരൊക്കെ കൂടെ കൂടിയിട്ട് നീയും അങ്ങനെ തന്നെ ആയോ, തറയിലിരുന്ന് വേസ്റ്റ് പറക്കുന്നു, നാണമില്ലേ നിനക്ക്, കോടികളുടെ സ്വത്തുള്ളവളാ, എന്നിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ. അമ്മേ ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ജോലിയാ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാ ഓരോരുത്തരുടെ ജോലി ഉണ്ടത്. ഞാൻ ഇത്രയും കോടീശ്വരല്ലേ, വേറെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് 40,000 രൂപ ശമ്പളത്തിന് ഞാൻ മാസം ജോലി ചെയ്യുന്നില്ലേ, അതെന്താ പ്രശ്നമല്ലേ എന്ന് ചോദിക്കാണ്. അതുപോലാണോടി ഇത്, ഒരു വീടിനെ വെട്ടിത്തുന്നുകൊണ്ട് ഫ്ലവർ വർക്ക് ചെയ്യുന്നു, നാണം കിട്ടവൾ എന്ന് പറയുമ്പം അമ്മേ എനിക്കിത് നാണക്കേടായിട്ട് തോന്നില്ല, മനസ്സിൽ തൃപ്തി കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. രേവതി പോയിട്ട് മഹിമ ചോദിക്കാണ്, നീ എൻ്റെ മോളെ വശീകരിച്ച് നിന്റെ വേലക്കാരെയൊക്കെ നോക്കുക അല്ലേടി എന്ന് ചോദിക്കുമ്പം അയ്യോ ആൻറ്റി ഞാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും രേവതി കയ്യിൽ പിടിക്കുകയാണ്. വർഷ ഇടയ്ക്കോട് കയറിട്ട് പറയുന്നുണ്ട്, അമ്മേരെ ചേച്ചിനെ ഒന്നും പറയരുത്, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി പോലെ തന്നെയാ, ഒരിക്കലും ചേച്ചി അങ്ങനെ കരുതിയിട്ടുമില്ല, ഈ വർക്കിന് ചേച്ചിനെ വിളിച്ചിട്ടുമില്ല, ഞാനാ നിർബന്ധം പിടിച്ച് അങ്ങോട്ട് പറഞ്ഞത് ഞാൻ വരുന്നുണ്ടെന്ന്, അതുകൊണ്ടാ ചേച്ചി സമ്മതിച്ചത്. എന്താണെങ്കിലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ ഓർക്കുന്നില്ലേ, കുഞ്ഞിന് മുതലേ ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ഞാൻ ചെയ്യാമായിരുന്നല്ലോ, ഇതിനുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തത് ഞാനാ. എന്ത് മനസ്സമാധാനം ഉണ്ടെന്നറിയോ എനിക്കിന്ന്, ഡബ്ബിങ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും 100 ഇരട്ടി സന്തോഷമാണ് ഇത് ചെയ്തപ്പം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ ഫംഗ്ഷൻ കുളവാക്കാതെ ഒന്ന് പോവോ, അമ്മയെ ഞാൻ കണ്ടിട്ടുമില്ല, എന്നെ അമ്മ കണ്ടിട്ടുമില്ല, 4 മണിയായ സമയം, ഈ സ്റ്റേജ് ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോളാം, അമ്മ അമ്മയുടെ കാര്യം നോക്കി പോ, അച്ഛ അമ്മയും കൊണ്ട് പോ എന്ന് പറയാണ്. ബാ മഹിമേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഭാര്യയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. സച്ചി പറയുന്നുണ്ട്, വർഷ വരണ്ടായിരുന്നു, വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്നെ പൊന്ന് സച്ചിയേട്ടാ, നമ്മുടെ വീട്ടിലെ ആൻറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അമ്മയും രേവതി ചേച്ചിനെ എന്ത് കുറ്റം പറയാൻ നോക്കി നടക്കുക. ഒന്നാമത്തെ കേസ്, നമ്മുടെ വീട്ടിലെങ്ങനെ അലമ്പുണ്ടാക്കിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം ശ്രീകാന്തിനെ, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈ വർക്കിലൊക്കെ ഇത് നാണക്കേടാ ഉള്ളത്, ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട വർക്കാ. ഇതൊക്കെ ഓർത്തരുടെ താല്പര്യവും ഇഷ്ടമൊക്കെയാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ബാക്കി ആരെക്കൊണ്ടെങ്കിലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രേവതി ചേച്ചിയുടെ കഴിവാ അത്, ചേച്ചിയുടെ പാഷനാ അത്, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ, അതാ ചെയ്യേണ്ടത്. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയതുപോലെ ഉണ്ട്. അതുകൊണ്ട് സച്ചിനൊന്ന് ഓർത്ത് ഒന്നും വിഷമിക്കണ്ട, ഇപ്പം എന്നാലും വർക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പം 4:30 4:45 ആയിട്ടോ ഇവരെല്ലാം നല്ല ഭംഗിക്ക് അതുപോലെ സെറ്റപ്പായിട്ട് അവർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്നൊരു ക്യാമറാമാനോട് വർഷ പറയുന്നുണ്ട്, ഇതിൻ്റെ പല ആംഗിളുള്ള നല്ല നല്ല ഫോട്ടോസ് എടുത്ത് എനിക്ക് തരണമെന്ന് പറയുമ്പം അയാളും അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. വർഷ അവളുടെ ഫോണിലും കുറേ ഫോട്ടോസ് എടുക്കുക കേട്ടോ. അങ്ങനെ രേവതിനെ അതിന് മുമ്പിൽ നിർത്തിക്കൊണ്ടും അവൾ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് എന്ന് അവൾ പറയാണ്. അങ്ങനെ അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഇവരെടുത്ത് ഇവളുടെ കയ്യിൽ വെക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതിക്ക് ഓർഡർ കൊടുത്ത ആ കുട്ടിയുടെ ഗ്രാൻഡ് പേരൻ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ തീമിൽ കാണിച്ചതിനെക്കാട്ടിലും അടിപൊളിയായല്ലോ, ഇത് പുറം രാജ്യത്തെ ഒരു സ്ഥലത്ത് നടന്ന ഫംഗ്ഷന്റെ ഫോട്ടോ ആയിരുന്നു, ഇത്രയും ഭംഗിയാക്കുമെന്ന് സത്യമായിട്ട് ഞാൻ കരുതിയില്ല, ഇവിടുത്തെ വലിയ വലിയ കമ്പനിക്കാരെയൊക്കെ വിളിച്ചാലൊന്നും ഞാൻ കരുതിയതാ, അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി മോളുടെ കാര്യം ഞാൻ അറിഞ്ഞത്, എന്തായാലും അത് ഉപയോഗമായി, ഇത്രയും ഭംഗിയാക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് പറയാണ്. വർഷനെ നോക്കിയിട്ട് മോളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അവരുടെ മകളാണെന്ന് പറയാണ്. ആഹാ മോളാണോ, പിന്നെ അല്ലാതെ മഹിമയും അയാളൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ, എങ്കിൽ പിന്നെ മോൾ അകത്തേക്ക് വന്ന് പറയുമ്പം അയ്യോ ഇല്ല, ഇതെൻ്റെ ചേച്ചിയാ, രേവതി ചേച്ചി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാ, ഞങ്ങൾ ഒരുമിച്ച് വർക്കിന് വന്നത്. ആണോ, എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി വർക്ക് എന്ന് പറയാണ്. അങ്ങനെ ബാലൻസ് പേയ്മെൻറ്റ് കൂടി ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. എത്ര എന്നാന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇതെൻ്റെ കൊച്ചുമേക്കോണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാ, അതിൽ മോക്ക് എത്ര വന്നാലും എനിക്ക് മതിയാവില്ല, ദാ ഇത് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ
കുറെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളത് സന്തോഷപൂർവ്വം വാങ്ങിക്കുകയാണ്. എന്തായാലും മോളെ ദൈവം അനുഗ്രഹിക്കും, അത്രയ്ക്ക് നല്ല കഴിവുണ്ട് മോക്ക്, ഈ ഫീൽഡ് വിട്ടുകളയരുത് കേട്ടോ എന്ന് പറയാണ്. പിന്നെ ആഹാരം കഴിച്ചിട്ട് പോകാവുള്ളൂ. അപ്പം രേവതി സച്ചിൻ പറയാണ്, അയ്യോ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിരുന്നു, അത് മതി, ഇനിയിപ്പോൾ ഈ സമയമല്ലേ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പം എന്തായാലും ശരി, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത് പിന്നെ അരമണിക്കൂറിനകം പരിപാടി തുടങ്ങും, പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അയ്യോ ഇല്ല സാർ, പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയുമ്പം എന്നാൽ ശരി പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ വർഷയും ഇവരുടെ കൂടെ തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. സാധാരണഗതിയിൽ 2 ലക്ഷം രൂപ വർക്കാണ് കേട്ടോ അത്. 50,000 രൂപ ആദ്യം അഡ്വാൻസ് കൊടുത്തല്ലോ, ബാക്കി 1 ലക്ഷം രൂപ കിട്ടുന്ന പ്രതീക്ഷയാണ് സച്ചിൻ രേവതിയും പോയത്. വർഷ ചോദിക്കുന്നുണ്ട്, അല്ലേ ചേച്ചി എത്ര രൂപ കിട്ടി, നമുക്കത് വീട്ടിൽ പോയി നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അത് പറ്റില്ല, എനിക്കിപ്പം തന്നെ കാണണം, എനിക്ക് ക്യൂരിയോസിറ്റി ഒന്നും അടക്കി വെക്കാൻ പറ്റില്ല, എന്തായാലും 1 ലക്ഷം രൂപ കാണും ശ്രുതി, കാരണം ഈ വർക്കിനൊക്കെ അത്രയും പൈസയാണ് കിട്ടാറ്. ആഹാ 1.5 ലക്ഷം രൂപയോ, നമുക്കപ്പോൾ എത്ര മുടക്കായിട്ടുണ്ട്, നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് മുടക്കായിട്ടുണ്ട്, കാരണം ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലേ, പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, 1 രൂപ ബാക്കി മിച്ചം കിട്ടിയാലും ലാഭമല്ലേ, ഒറ്റ ദിവസത്തെ വർക്കിന് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചാൽ അതെന്ത് ഭാഗ്യ എന്ന് രേവതി പറയാണ്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ആ പൈസ വർഷയുടെ കൈ കൊടുക്കുമ്പം ഞാൻ എന്നെ നോക്കാതെ പറയാം കേട്ടോ. അങ്ങനെ വർഷ പുറകെ നിന്ന് നോക്കിയിട്ട് രേവതി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. എന്താ വർഷേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് 3 ലക്ഷം രൂപയുണ്ടെന്ന് പറയാണ്. 3 ലക്ഷം രൂപയോ? അതെ, ഇത് 3 ലക്ഷം രൂപയുണ്ട്. ചേച്ചിക്ക് 50,000 രൂപ അഡ്വാൻസ് കൂടാതെ ഇത് 3 ലക്ഷം രൂപയുണ്ട് എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് അയ്യോ ഇനി അദ്ദേഹത്തിന് മാറിപ്പോയതാണോ? ഒരിക്കലും അല്ല, അവരങ്ങനെ മാറിപ്പോകുന്ന കൂട്ടത്തിലുള്ളതൊന്നും അല്ല, ചേച്ചിയുടെ കഴിവിന് തന്ന അംഗീകാരമായത് എന്ന് പറയാണ്. ഓ സന്തോഷമായി, എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 2.5 ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റിയല്ലോ എന്ന് രേവതി സച്ചിൻ പറയാണ്. അത് ശരിയാ, ചേച്ചിയുടെ കഴിവിന് ഈ ഒരു അംഗീകാരം കിട്ടേണ്ടത് തന്നെയാ, ഇത് കാണുമ്പോഴേ ആൻറ്റി വായും പൊളിച്ച് നിൽക്കും എന്ന് വർഷ പറയാണ് കേട്ടോ. അങ്ങനെ 3 പേരും ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയും രവീന്ദ്രനും അതുപോലെ ബാക്കി ശ്രീകാന്തും ബാക്കി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സന്ധ്യ ആയല്ലോ, ശ്രുതിയും ഒക്കെ ഇരിക്കുകയാണ്. വന്ന് കയറിയ പാടെ ചന്ദ്ര ചോദിക്കുകയാണ്, ഓ എഴുന്നള്ളിയോ മഹാറാണി, 10,000 50,000 രൂപയ്ക്ക് പോയി കിടന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് വരുവാ, ഒരു ദിവസം മൊത്തം നാണം കിട്ടവൾ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി എത്ര പറഞ്ഞേ, 10,000ഓ, എങ്കിലേ ഇതാ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലിരുന്ന ആ പൈസ എടുത്ത് അവൾ ടേബിൾ വെക്കാണ്. ഈ പൈസ കണ്ട പാടെ നമ്മുടെ ചന്ദ്രനാണെങ്കിൽ കണ്ണു തള്ളി പോകുന്നുണ്ട്. അയ്യോ ഇതെവിടുന്ന് ഇത്രയും പൈസ എന്ന് ചോദിക്കുകയാണ്. ഇത് ഒരു ദിവസത്തെ രേവതി ചേച്ചിയുടെ വരുമാനമാ. ഒരു ദിവസത്തെ വരുമാനോ? ശ്രുതി ചാടി എഴുന്നേക്കാണ്. എൻ്റെ കടയിൽ പോലും ഇത്രയ്ക്ക് സെയിലില്ലല്ലോ, പിന്നെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും പൈസ കിട്ടിയത്. അപ്പോൾ വർഷ പറയാണ്, ചേച്ചിയുടെ കഴിവിന് കിട്ടിയ അംഗീകാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ പറയാണ്, ചേച്ചിയുടെ ഡെക്കറേഷൻസ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു, അവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുമകളുടെ പാർട്ടിയായിരുന്നു, അദ്ദേഹം നേരിട്ട് വന്ന പൈസ തന്നതും ചേച്ചിക്ക് ആദ്യം 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു, 1 ലക്ഷം രൂപ അടുത്താ നമുക്ക് ചിലവായത്, ഇത് മൊത്തത്തിൽ 3 ലക്ഷം രൂപ നമുക്ക് നൽകി. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിക്ക് 2.5 ലക്ഷം രൂപ കിട്ടിയേക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. 2.5 ലക്ഷം രൂപ ഒറ്റ ദിവസത്തേനോ എന്നും പറഞ്ഞ ശ്രുതി കണ്ണും തള്ളി നിൽക്കുകയാണ്. ചന്ദ്രയും അതുപോലെ തന്നെ കേട്ടോ. അതെ, 2.5 ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് ചേച്ചിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതുപോലെ ഇഷ്ടമായ സ്റ്റേജ് ഡെക്കറേഷൻസ് ചേച്ചിക്ക് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിടിച്ചാൽ കിട്ടുകയില്ല എന്ന് പറയാൻ കേട്ടോ. സച്ചിൻ രേവതിയും കൂടി രാത്രി എല്ലാവർക്കും കൂടി ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു ചിലവായിക്കൊണ്ട്. അല്ലടി രാത്രി ഇനി എന്താ ഫുഡ് ഉണ്ടാക്കുന്നേ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, അവർ ഇത്രയും നേരം പോയി കിടന്ന് ടയർഡായി വന്നതല്ലേ ചന്ദ്രേ, കുട്ടി കുറച്ചേരം കിടക്കട്ടെ, അല്ലാതെ ഇപ്പോഴേ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാലോ. അച്ഛാ ഞാൻ എല്ലാവർക്കും കൂടി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ചിലവായിട്ട് എന്ന് പറയാണ്. ഹായ് ബിരിയാണിയോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചാടി എഴുന്നേൽക്കുമ്പം ശ്രുതി കയ്യെ പിടിച്ച് വലിക്കാണ് കേട്ടോ. അതെ ബിരിയാണി വാങ്ങിച്ചു, ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ടേബിളിലേക്ക് എടുത്ത് വെക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്, എന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വരുമാനം ഉണ്ടാക്കിയില്ലേ, ചേച്ചി മിടിക്കുക എന്ന് പറയുമ്പം വർഷ പറയാണ്, അതെ ഞാനും കൂടി ഉണ്ട് കൂടെ എന്ന് പറയുമ്പം അതെ അതെ എന്ന് നമ്മുടെ രേവതിയും പറയാണ് കേട്ടോ. രേവതിയോട് നമ്മുടെ രേവതി ശ്രുതി നമ്മുടെ വർഷയോട് പറയാണ്, മോളെ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല, മോളുടെ കലാവിരുദ്ധൂടി ഇതിനകത്തുണ്ട്, മോളുടെ സപ്പോർട്ടാ എല്ലാത്തിനും കാരണം. ഇന്നലെ ഞാൻ ശരിക്കും നെർവസായി, അപ്പോഴാ മോളൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നത്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നടന്നേ. അത് പിന്നെ എനിക്ക് അറിയില്ല ചേച്ചി, എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് നമ്മുടെ വർഷയും പറയാൻ കേട്ടോ. അങ്ങനെ ഈ പൈസ കണ്ട് ആകെപ്പാട് ബോധം പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര.
5 ലക്ഷം രൂപ ചെന്ന് തിരിച്ചു കൊടുത്തപ്പോൾ തന്നെ സച്ചിയുടെ ആ വണ്ടിയുടെ കടവും അതുപോലെ രേവതിയുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതും ബാക്കി എല്ലാവരും കൊടുത്തിരുന്നു കേട്ടോ. അപ്പം ഈ പൈസ കിട്ടിയ പാടെ എന്ത് ചെയ്യണമെന്നായി അച്ഛൻ്റെ അടുത്ത ചോദ്യം. അപ്പം സച്ചി പറയാണ്, അച്ഛാ ഇതിപ്പം 2.5 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷനുള്ള ജോലി ആരംഭിച്ചാലോ, ഞങ്ങളുടെ മുറിക്കുള്ളത്. അപ്പം രവി പറയാണ്, അതെന്തായാലും നല്ല ഐഡിയ, നിങ്ങളതുകൊണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്ക്, ആളെ ഞാൻ വിളിക്കാം, അങ്ങനെ വീട് പണി പതിയെ തുടങ്ങുക എന്ന് പറയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രയുടെ കിളി പോയിരിക്കുകയാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കിയല്ലോ, അത് ഓർത്തിൻ്റെ വിഷമത്തിലാണ് കേട്ടോ അവള്. അങ്ങനെ വർഷം ഭയങ്കര ഹാപ്പി ആവാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്ക് മാത്രം ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മുടക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.